ഇപ്പൊ കാറൊക്കെ നോക്കാൻ നിങ്ങൾ ഒരു മഴക്കാലത്തിന്റെ ഇതല്ലേ, ഒരു മഴക്കാലം നോക്കാൻ നിങ്ങൾ ആകാശത്ത് ഒന്നും നോക്കില്ലേ? ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്തോളി, ഇതൊക്കെ ഫോട്ടോ എടുത്ത് സ്ക്രീൻ എടുത്ത് വെച്ചോണ്ടി. കാരണം ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, നാളെ പിന്നെ വരും എന്തിന് തങ്ങൾപ്പാപ്പാന്റെ അവിടെ അതാണ് ഇതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം മജ്‌ലിസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ചൂടാ, 40 ഡിഗ്രി ചൂടാ തങ്ങളെ പാലക്കാട്. ഇതൊരു അഹ്ലു ബൈത്താണ്, ഓലെ മുന്നിലിട്ട് സംസാരിക്കാൻ എനിക്ക് പേടിയാണ്, എന്നാലും പറയാം. 40 ഡിഗ്രി ചൂടാ കഴിഞ്ഞ മാസം. നിങ്ങൾ കഴിഞ്ഞ മാസം മജ്‌ലിസിൽ വന്നിരുന്നില്ല, ലക്ഷക്കണക്കിന് ആളുണ്ടായിരുന്നു. എന്നിട്ട് ഈ മജ്‌ലിസിന്റെ സമയത്ത് ഖാലിഖായ പടച്ച റബ്ബ്, ഞാൻ ദ്വാരക്കേണ്ട പടച്ച റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിൽ വരുന്നവർക്ക് ഒരു വിഷമം കൊടുക്കരുതേ. പിന്നെ ഓരോ പേരക്കുട്ടികളല്ലേ, പേരക്കുട്ടികളല്ലേ, കുറച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പാപ്പാര് കേൾക്കൂലേ? അങ്ങനെ ദ്വാ ചെയ്തപ്പോ ഖാലിഖായ പടച്ച റബ്ബ് കാർമേഘം മുട്ട തന്നു, ഒരു വെയിലുമില്ല മജ്‌ലിസ് കയ്യോളം. എന്നിട്ട് എന്താക്കി, കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബിൽ നോക്കിയപ്പോ ഒരു മൊയിലേര് മഴയത്തൊക്കെ ഇറങ്ങിയിട്ടൊരു വീഡിയോ. എന്താ മഴക്കാലത്ത് പിന്നെ മഴ പെയ്യാതിരിക്കുന്നു പറഞ്ഞിട്ട് അയാൾ മഴയത്തൊക്കെ ഇറങ്ങിയിട്ടൊരു വീഡിയോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസം കാത്തിരുന്നു മഴ പെയ്യാൻ, മഴ പെയ്യാൻ. മഴയത്തൊക്കെ എന്താ അയാൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടൊരു വീഡിയോ ഇട്ട് എനിക്കെതിരെ വിമർശിച്ചിട്ട്. നമ്മൾ ഇൽമ പഠിക്കുന്ന ഇവിടെ 50ഓളം മുത്തഅല്ലിമീങ്ങളുണ്ട്, ദർസിൽ പഠിക്കുന്ന മക്കള്, ഓലെ മാതാപിതാക്കള് ദ്വാരക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്താ ദ്വാരക്കേണ്ടതറിയോ? എന്റെ മക്കളെ പണ്ഡിതന്മാരാക്കരുത് എന്നല്ല നിങ്ങൾ ദ്വാരക്കേണ്ടത്, അങ്ങനെയല്ല നിങ്ങൾ ദ്വാരക്കേണ്ടത്. എന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഇൽമ നാഫിയായ ഇൽമാവണം. നാഫിയായ ഇൽമാണ്, വെറുതെ തലയെ കെട്ടി തൊപ്പിട്ടിട്ട് അതല്ല. അല്ലാഹ് നാഫിയായ ഇൽമ തരണം, എന്നാലും കഴിച്ചിലാകുള്ളൂ. വെറും ഇൽമ കിട്ടിയിട്ട് കാര്യമുണ്ടോ? വെറും ഇൽമ കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങളെ മാതാപിതാക്കളെ ദുആ ചെയ്യുമ്പോ പറയണേ, അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ നാഫിയായ ഇൽമ കൊടുക്ക് റബ്ബേ. നമ്മളൊരാളെയും കുറ്റം പറയാൻ പാടില്ല, നമ്മളൊരാളെയും വേദനിപ്പിക്കാൻ പാടില്ല. ഇന്നോട് കുറെ ആളുകൾ വിളിച്ചു ചോദിക്കുക, അയാളല്ല കുറ്റം പറയുന്നത്. സുബ്ഹാനല്ലാഹ്.